നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നേരം വൈകുന്നേരത്തിലേക്ക്. മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമാണ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ചില മാറ്റങ്ങൾ അനിവാര്യം കൂടിയാണ്. അങ്ങനെ ഒരു മാറ്റം താരസംഘടനയായ അമ്മയിൽ നടന്നിരിക്കുന്ന ദിവസമാണ് സ്വാതന്ത്ര്യദിന ദിവസം. അമ്മയിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. അമ്മയെ നയിക്കാൻ ഒരു സ്ത്രീ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുന്ന ദിവസമാണ്. നമുക്ക് വിശദമായി വാർത്തകൾ നോക്കാം. ആദ്യം ഫോക്കസ് നമ്പർ 1ലേക്ക്. നമ്മുടെ സമൂഹത്തെ ലഹരി എന്ന മാരക വിപത്ത് വലിഞ്ഞു മുറുക്കിയിരിക്കുന്നതിൻ്റെ നിരവധി കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. കഥകളല്ല, വസ്തുതകൾ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അത്തരം റിപ്പോർട്ടുകൾ നമ്മൾ നിരന്തരം കണ്ടുവരുന്നു. അതിൻ്റെ ആഘാതം എത്രമാത്രം എന്നത് നമ്മൾ ആശങ്കപ്പെടുന്നതാണ്. ഇപ്പോൾ ന്യൂസ് 18 ഇന്ന് പുറത്തുവിട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ഞാൻ പ്രേക്ഷകരുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. അത് ഒരു 18 വയസ്സുകാരൻ്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ്. എങ്ങനെയാണ് ലഹരി വലയിലേക്ക് വന്നത്, ആരാണ് കൊണ്ടുപോയത്, എന്താണ് അവിടെ നടക്കുന്നത് തുടങ്ങിയ വെളിപ്പെടുത്തൽ ആ കുട്ടി നടത്തുന്നു. ആ കുട്ടിയുടെ മാതാപിതാക്കൾ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത് വളരെ മാതൃകാപരമായ രീതിയിലാണ്. അതുകൊണ്ട് ആ കുട്ടി നേരിൻ്റെ വഴിയിലേക്ക് തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ തുറന്നു പറച്ചിൽ എന്ന് വെച്ചാൽ 18 വയസ്സുള്ള കുട്ടിയാണ് ഈ തുറന്നു പറച്ചിൽ നടത്തിയിരിക്കുന്നത്. ശനിയാഴ്ച ദിവസം മാത്രം തൻ്റെ കയ്യിൽ നിന്ന് കഞ്ചാവ് വാങ്ങുന്ന കുട്ടികളുടെ എണ്ണം 100-ലേറെയാണ് എന്ന ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ ഈ കുട്ടി നടത്തുകയാണ്. പാക്കറ്റ് ഒന്നിന് 500 രൂപയ്ക്കാണ് ഇതിൻ്റെ വിൽപ്പന നടക്കുന്നത്. ഈ കഞ്ചാവ് വിറ്റാൽ എന്താണ് ഈ കുട്ടികൾക്ക് പകരം ലഭിക്കുന്നതെന്ന് വെച്ചാൽ ഈ കുട്ടികൾക്ക് ഉപയോഗിക്കാനുള്ള കഞ്ചാവ് അതാണ് പകരം നൽകിക്കൊണ്ടാണ് അവരെ ഈ റാക്കറ്റിലേക്ക് ആകർഷിക്കുന്നത് അല്ലെങ്കിൽ അടുപ്പിക്കുന്നത്. അപ്പോൾ ഇത് മാരക വിപത്താണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. വലിയ റാക്കറ്റ് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. സ്കൂളുകൾ ഇതിൻ്റെ പ്രധാന കേന്ദ്രങ്ങളാണ് തുടങ്ങിയ വാർത്തകൾ വരുമ്പോൾ അവിടെ ഒരു ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലായി തന്നെ ഈ 18 വയസ്സുകാരൻ്റെ വാക്കുകൾ മാറുകയാണ്. നമുക്ക് ആ പ്രതികരണം കാണാം. ഞങ്ങളുടെ പ്രതിനിധി ശരണ്യ സ്നേഹജനാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. ശരണ്യയോട് ആ കുട്ടി സംസാരിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് ഇത് കൊടുത്താൽ, സുഹൃത്തുക്കൾക്ക് ഇത് വിറ്റാൽ, സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഇത് വിറ്റാൽ എന്ത് നേട്ടമാണ് തനിക്കുണ്ടാകുന്ന നേട്ടമാണ്? പുള്ളിക്ക് അദ്ദേഹത്തിനാണ് പൈസ കൊടുക്കുന്നത്. പകരം ഇയാൾക്കുള്ള നേട്ടം എന്താണ്? ഉപയോഗിക്കാൻ തരിക എന്നുള്ളതാണ്. പൈസ നിങ്ങൾക്ക് കിട്ടുന്ന പൈസ ഈ കൊടുത്ത് ശരണീകരിപ്പിക്കുകയാണ്. പകരം ലഹരി മാത്രമാണ് തരുന്നത്. കുട്ടികളെ ആദ്യം ലഹരി മരുന്നുകൾ കൊടുത്ത് വലയിലാക്കുക, അതിനുശേഷം പിന്നീട് അത് നൽകാൻ വേണ്ടി അവരെ വിൽപ്പനക്കാരാക്കുക, അവരിലൂടെ കൂടുതൽ പേരിലേക്ക് എത്തുക. ഇതാണ് പ്രയോഗിക്കുന്ന മാർഗങ്ങൾ. അവിടെ ഈ കുട്ടിയുടെ ഇടപെടലുകൾ വീട്ടിൽ മനസ്സിലാക്കുന്നു. മകനെ ഏജന്റായി ഉപയോഗിക്കുന്നു എന്ന വിവരം അമ്മ തന്നെ സ്ഥിരീകരിക്കുകയാണ്. അവർ അത് മനസ്സിലാക്കി, അവർ അതിൽ മാതൃകാപരമായി പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. വിദ്യാർത്ഥിയുടെ ലഹരി ഉപയോഗത്തെക്കുറിച്ച് പരാതി നൽകിയത് ഈ അമ്മയാണ്. കുട്ടിയെ സൗഹൃദം നടിച്ച് ലഹരി വിൽപ്പനയിലേക്ക് ഉപയോഗിച്ചതും ലഹരി ഉപയോഗത്തിലേക്ക് കൊണ്ടുപോയതും അയൽവാസിയാണ്. അങ്ങനെ കൈപിടിക്കേണ്ടവരാണ് ഈ കുട്ടിയെ ഈ കുറ്റകൃത്യത്തിലേക്ക് നയിച്ചത് എന്നത് കൂടി വെളിപ്പെടുത്തുന്നു അമ്മയുടെ പ്രതികരണം. വലിയൊരു പ്രശ്നത്തിലൂടെയാണ് കടന്നു പോയിരുന്നത് അല്ലേ? എന്തായിരുന്നു വീടിന്റെ ഒരു അവസ്ഥ? ഇതിൻ്റെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മകൻ ഇത് ഉപയോഗിച്ച് ചെയ്യുമ്പോഴത്തേക്കും ഈ വീട്ടിൽ അലമാരി ഒക്കെ ദേഷ്യം വരുമ്പോൾ തല്ലി കൊട്ടിക്കുന്നു, നമ്മളോട് ദേഷ്യപ്പെടുന്നു, വയലൻ്റായിട്ട് നടക്കുന്നു. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ വന്നപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി ഈ ഒരു സ്വഭാവം അല്ലായിരുന്നു. അപ്പം ഇത് ഉപയോഗിച്ചിട്ടാണെന്ന് മനസ്സിലായി. പിന്നെ ഇവിടെ കുട്ടികൾ അവൻ്റെ കൂട്ടുകാരൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാൻ തുടങ്ങി. അവരൊക്കെ കാണുമ്പോഴേ നമുക്കറിയാം ഏകദേശം ആ ഒരു മോഡലിലുള്ള പിള്ളേരൊക്കെയാണ് വരുന്നത്. അപ്പം നമുക്ക് മനസ്സിലായി ഇത് ശരിയാകത്തില്ല. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പോലീസിനെ ഇവിടെ അറിയിച്ച് അവർ വന്ന് ധാരാളം കൊടുക്കുന്നത് അവർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ് ഒത്തിരി പിള്ളേരുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പം എല്ലാവരെയും നേർവഴിക്ക് കൊണ്ടുവരണം.
വിദ്യാർത്ഥികളാണ് കൂടുതലും വരുന്നത്. ഒരു ദിവസം അവന്റെ ഫോണിലേക്ക് ഒരു കോള് വന്നു. അപ്പൊ ഞാൻ എടുത്തപ്പോ ഈ പറഞ്ഞ അറസ്റ്റ് ചെയ്തത് ആയിരുന്നു. ഞാൻ ചോദിച്ചു, ഇവരൊന്നും ഒത്തിരി പ്രായമുള്ള ചെറുക്കനെ ഞാൻ ചോദിച്ചെന്താന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഒന്നുമില്ലാന്ന് പറഞ്ഞു. അപ്പൊ ഒരു ദിവസം ഞാൻ ആ ഫോണിലെ റെക്കോർഡ് കേട്ടപ്പോ എനിക്കിത് മനസ്സിലായി. ഈ ചെറുക്കനാണ് ഇത് കൊണ്ടുവന്ന് കൊടുക്കണമെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ ദിവസം പുറത്ത് വെച്ച് ചെറുക്കൻ കണ്ടപ്പോ ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് അവനൊന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. ഇപ്പൊ ഇത് പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് ഇതിനും ഭീഷണി വരുന്നുണ്ട്. ഇങ്ങനെ ആക്രമിക്കുമെന്നും കുത്തുമെന്നും പേര് പറഞ്ഞു കൊടുത്തതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇവരും ഭീഷണിയുണ്ട്. അച്ഛനില്ലാതെ 2 കുട്ടികളെ വളർത്തിയ അമ്മയാണ്. അതെ. ശരിക്കും പറഞ്ഞാല് നമ്മളുടെ ഒരു വീടിന്റെ സാഹചര്യങ്ങളൊക്കെ ഇവര് നിരീക്ഷിക്കുന്നുണ്ടാവും അല്ലെ? തീർച്ചയായിട്ടും. അത് തന്നെ ഇവര് ചൂഷണം ചെയ്യാറ്. ആരും ഇല്ലല്ല ചോദിക്കാനും പറയാനും. ആ ഒരു രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. വലിയൊരു പ്രശ്നത്തിലൂടെയാണ് കടന്നത്. അപ്പോൾ ആ അമ്മ തുറന്നു പറയുകയാണ്, തൻ്റെ മകനെ രക്ഷിക്കണം, ഒപ്പം തന്നെ മറ്റു കുട്ടികളെയും രക്ഷിക്കണമെന്ന സാമൂഹിക ബോധമാണ് ആ സ്ത്രീയെ കൊണ്ടിത് തുറന്നു പറയിപ്പിക്കുന്നത്, ആ അമ്മയെ കൊണ്ടിത് തുറന്നു പറയിപ്പിക്കുന്നത്. ഈ വിഷയം 100ഓളം കുട്ടികൾ ഇടപെട്ടതാണ്. ആ കുട്ടി തന്നെ പറയുന്നുണ്ട്, അത്രയധികം പേർക്ക് ഈ സാധനങ്ങൾ എത്തിക്കുന്നതിനെ കുറിച്ച് ഒക്കെ വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ആ കുട്ടികളെ, അവരുടെ രക്ഷിതാക്കളെ ഒക്കെ ഘട്ടം ഘട്ടമായി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി കാര്യങ്ങൾ ഡീൽ ചെയ്യുകയാണ് ഉദ്യോഗസ്ഥർ. ഈ സംഭവം, ഇങ്ങനെ കുട്ടികൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന സംഭവം ആലപ്പുഴ നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി ബി പങ്കജാക്ഷൻ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം ഈ വിദ്യാർത്ഥികളെ ഉപയോഗിച്ച് ലഹരി വിൽപ്പന നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ അത്തരം സംഭവങ്ങൾ പോലീസിന്റെ ശ്രദ്ധയിലുള്ള കാര്യം അദ്ദേഹം സ്ഥിരീകരിക്കുകയാണ്. ഈ ആളുകളെ, രക്ഷിതാക്കളെ വിളിച്ചു വരുത്തുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ ന്യൂസ് 18 ലഭിച്ചു. കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് നമ്മൾ ഡി ഹണ്ട് എന്ന പ്രോഗ്രാമോടുകൂടി ഒത്തിരിയധികം കേസുകൾ നമ്മൾ ജില്ലയിൽ ഉടനീളം പിടിച്ചിട്ടുണ്ട്. അത് കൂടുതലും നമുക്ക് അവിടുന്ന് കൊണ്ടുവരുന്നതെല്ലാം അന്യ സംസ്ഥാനത്തിൽ നിന്ന് വരുന്ന സാധനം. അത് നമ്മൾ ട്രെയിനകത്ത് വെച്ചോ അല്ലെന്നുണ്ടെങ്കിൽ ബസ്സിനകത്തോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ പിടിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പം ആ ഒരു സാഹചര്യം ഇപ്പം ഈ ഡി ഹണ്ട് വളരെ ഫലപ്രദമായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ പല ആൾക്കാരും പുറത്ത് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള ടെൻഡൻസി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല. പോലീസ് വളരെ വിജിലൻ്റായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ അടുത്ത സമയത്ത് കഴിഞ്ഞ ദിവസം പട്ടണക്കാട് പിടിച്ച ഒരു കേസും അതനുബന്ധം നമ്മൾ ഒത്തിരി അന്വേഷിച്ചതാണ്. അപ്പോൾ കുറച്ച് കുട്ടികളൊക്കെ ഇങ്ങനെ ഇത് ഉപയോഗിക്കുന്നതായിട്ട് പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അത് പോലീസ് അവരെ കൃത്യമായിട്ട് കണ്ടെത്തി കൃത്യമായ കൗൺസിലിംഗ് മറ്റു കാര്യങ്ങളും ഇപ്പോൾ കൊടുത്തു വരികയാണ്. അപ്പോൾ നിലവിലത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ അതിനെ കൂടുതലായിട്ട് പോലീസ് അത് കണ്ടുപിടിച്ച് അല്ലെങ്കിൽ ശക്തമായ നടപടിയിലോട്ട് പോകാനാണ് പോലീസിൻ്റെ തീരുമാനം. ന്യൂസ് 18 പുറത്തു കൊണ്ടുവന്ന ഈ വാർത്ത വളരെ ഗൗരവത്തോടെ കാണുന്നു എന്നതാണ് മന്ത്രി MP രാജേഷ് ന്യൂസ് 18നോട് പ്രതികരിച്ചത്. ആ വിവരങ്ങൾ പുറത്തുവിട്ട അമ്മയെ അഭിനന്ദിക്കുന്നു, നിരീക്ഷണം കൂടുതൽ ശക്തമാക്കും എന്നത് മന്ത്രി പറയുകയാണ്. ഈ വാർത്ത പുറത്തുവിട്ട ന്യൂസ് 18നെയും മന്ത്രി അഭിനന്ദിച്ചു. ന്യൂസ് 18 ഇങ്ങനെ ഒരു അന്വേഷണാത്മകമായിട്ടുള്ള റിപ്പോർട്ടിലൂടെ ഈ കാര്യം പുറത്തു കൊണ്ടുവന്നതിന് ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഈ ജാഗ്രത എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം. മാധ്യമങ്ങളുടെ, അതുപോലെ സമൂഹത്തിലെ എല്ലാ തുറകളിലും പെട്ടവരുടെ ഭാഗത്തു നിന്ന് ജാഗ്രത ഉണ്ടാവണം. എക്സൈസും പോലീസും സർക്കാരും സ്വീകരിക്കുന്ന നടപടികളോടൊപ്പം തന്നെ ഈ ജാഗ്രതയും ഉണ്ടാവണം. അതിനെ സഹായിക്കും എക്സൈസിന്റെയും പോലീസിന്റെയും ഇടപെടലുകളെ സഹായിക്കുന്നതാണ് ഇപ്പോൾ നടത്തിയതുപോലുള്ള ഇടപെടലുകൾ. മന്ത്രിയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. എന്തായാലും ഈ കുട്ടികളെ കൈപിടിക്കേണ്ടവർ തന്നെയാണ് ലഹരി വലയിലേക്ക് അവരെ കൊണ്ടുവരുന്നത് എന്നത് സംഭവത്തിന്റെ ഒരു ഉദാഹരണം തന്നെയായി മാറുകയാണ്. ഇത് അയൽവാസിയാണ് കുഞ്ഞിനെ ആ ചതിക്കുഴിയിൽ എത്തിച്ചത്. എന്തായാലും ഇവിടെ അമ്മ മാതൃകാപരമായി ഇടപെട്ടു എന്നതൊരു വസ്തുതയാണ്. അപ്പോൾ അവർ കാണിച്ച ഉത്തരവാദിത്വം, അതാണ് നമ്മുടെ ഓരോ രക്ഷിതാക്കളും കാണിക്കേണ്ടത്. ഇതൊരു സാമൂഹിക വിപത്താണ്. അതിനെ കൂട്ടായി മാത്രമേ നമുക്ക് നേരിടാൻ കഴിയുകയുള്ളൂ. കുട്ടിയുടെ സ്വഭാവ മാറ്റമാണ് ആ അമ്മ ശ്രദ്ധിച്ചത്. അതാണ് ഈ ലഹരി ഉപയോഗത്തിലേക്കും അവരുടെ റാക്കറ്റിൽ പെട്ടുപോയ സംഭവത്തിലേക്കും അവരെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ കുട്ടികളെ നിരീക്ഷിക്കുക, അവരെ നോക്കുക, അവരോട് സംസാരിക്കുക, അവരിലെ മാറ്റങ്ങൾ പരിശോധിക്കുക, അറിയുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജീവിതമാണ് ലഹരി എന്ന സന്ദേശം അവരിലേക്ക് കൊടുക്കുക എന്നത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. നമ്മുടെ കണ്ണുകൾ തുറന്നു വെക്കുക. അങ്ങനെ ഓരോ പൗരനും ഈ സാമൂഹിക വിപത്തിനെ നേരിടുന്നതിന് അവരുടേതായ സംഭാവനകൾ ചെയ്യാൻ കഴിയും. എന്തായാലും ആ അമ്മ അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റിയത് ആ കുഞ്ഞിനെ രക്ഷിക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ്. അതിനെ നേരിന്റെ വഴിയിലേക്ക് നയിക്കാൻ, ലഹരിയുടെ വിപത്തിൽ നിന്ന് രക്ഷിക്കും എന്ന ഇടപെടൽ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കും.
79ാം സ്വാതന്ത്ര്യ ദിന നിറവിലാണ് രാജ്യം. ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി പതാക ഉയർത്തി. പാകിസ്ഥാന് ശക്തമായ മുന്നറിയിപ്പാണ് ഇന്ന് പ്രധാനമന്ത്രി സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ നൽകിയത്. ആണവ ഭീഷണി വിലപ്പോവില്ല എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഒപ്പം തന്നെ രക്തവും ജലവും ഒരുമിച്ച് ഒഴുകില്ല എന്ന കാര്യവും അദ്ദേഹം ആവർത്തിച്ചു. സിന്ധു നദീജല കരാറിൽ ഇനി പുനഃപരിശോധനയില്ല എന്ന ശക്തമായ സന്ദേശവും സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നൽകി. और आतंकी को पालने पोसने वालों को, आतंकियों को ताकत देने वालों को अब हम अलग अलग नहीं मानेंगे। वो मानवता के समान दुश्मन है, उनके बीच कोई फर्क नहीं है। अब भारत ने तय कर लिया है इन न्यूक्लियर की धमकियों को अब हम सहने वाले नहीं हैं। न्यूक्लियर ब्लैकमेल लंबे अरसे से चलाया, अब वो ब्लैकमेल नहीं सहा जाएगा। 140 करोड़ भारतवासी 2047 में जब आजादी के 100 साल होंगे, विकसित भारत के संकल्प को परिपूर्ण करने के लिए पूरी ताकत से जुटे हैं। इस संकल्प की पूर्ति के लिए भारत आज हर सेक्टर में आधुनिक इकोसिस्टम तैयार कर रहा है। ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയുടെ ആത്മാഭിമാനത്തിനേറ്റ മുറിവിനുള്ള മറുപടിയാണ് എന്ന് പറയുന്നു. അദ്ദേഹം ആണവ ശക്തി വർദ്ധിപ്പിച്ചതിനെക്കുറിച്ച് പ്രധാനമന്ത്രി സൂചിപ്പിച്ചു. ഒപ്പം തന്നെ രാജ്യം ഏത് സാഹചര്യം നേരിടാനും സജ്ജമാണ് എന്ന കാര്യം പ്രധാനമന്ത്രി ആവർത്തിച്ചു. ശത്രുക്കളെ സംഹരിക്കാനും ഇന്ത്യക്കാരെ സംരക്ഷിക്കാനുമുള്ള മിഷൻ സുദർശന ചക്രയെക്കുറിച്ചും പ്രധാനമന്ത്രി പ്രസംഗത്തിൽ പറഞ്ഞു. അമേരിക്കയുടെ പിഴത്തീരുവ ഭീഷണിക്കെതിരെ അതിനെതിരായ പരാമർശവും പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ പുതിയ മന്ത്രം സ്വാശ്രയത്വമാണ് എന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. ഡോളറിനെയോ പൗണ്ടിനെയോ ആശ്രയിക്കാതെ സ്വന്തം കാലിൽ നിൽക്കൽ രാജ്യത്തിനെ പ്രാപ്തമാക്കും എന്ന് പ്രധാനമന്ത്രി പറയുന്നു. ലോക വിപണി ഇന്ത്യ നിയന്ത്രിക്കുന്ന കാലം വിദൂരമല്ല എന്ന് അദ്ദേഹം പറയുന്നു. 2047 ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കും എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ദീപാവലി സമ്മാനമായി GST പരിഷ്കാരം പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. GST നിരക്കുകൾ കുറയും എന്നത് സാധാരണക്കാരെ സംബന്ധിച്ച് ആശ്വാസകരമാകുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ ഒരു പ്രതീക്ഷ അദ്ദേഹം പങ്കുവച്ചു. RSSനെയും പ്രസംഗത്തിൽ മോദി പുകഴ്ത്തി. RSSന്റെ 100 വർഷത്തെ രാഷ്ട്രസേവനം സമാനതകളില്ലാത്തതാണ് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. सेवा, समर्पण, संगठन और अप्रतिम अनुशासन की जिसकी पहचान रही है, ऐसा राष्ट्रीय स्वयंसेवक संघ दुनिया का ये सबसे बड़ा NGO है। एक प्रकार से 100 साल का उसका समर्पण का इतिहास है। आज लाल किले की प्राचीर से 100 साल की इस राष्ट्र सेवा की यात्रा में योगदान करने वाले सभी स्वयंसेवकों को आदरपूर्वक स्मरण करता हूं और देश गर्व करता है राष्ट्रीय स्वयंसेवक संघ की इस 100 साल की भव्य समर्पित यात्रा को और हमें प्रेरणा देता रहेगा। ഇന്നത്തെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രിയുടെ RSSന്റെ പരാമർശമാണ് വിവാദമാകുന്നത്. അത് പ്രായപരിധിയിൽ RSSനെ പ്രീതിപ്പിച്ചുകൊണ്ട് സ്ഥാനം നിലനിർത്താനുള്ള മോദിയുടെ തന്ത്രം എന്ന വിമർശനം കോൺഗ്രസ് ഇതിനോടകം തന്നെ ഉയർത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് രാഹുൽ ഗാന്ധിയും ഖർഗെയും സ്വാതന്ത്ര്യദിന പരിപാടികളിൽ പങ്കെടുത്തിരുന്നില്ല, വിട്ടുനിൽക്കുകയാണ്. കഴിഞ്ഞ വർഷം ഇരിപ്പിടം നൽകിയതുമായി ബന്ധപ്പെട്ടൊക്കെ ചില പ്രശ്നങ്ങൾ ഉയർന്നിരുന്നു. ആ സാഹചര്യത്തിലാണ് വിട്ടുനിൽക്കൽ എന്നതാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഇന്ന് പ്രധാനമന്ത്രി 103 മിനിറ്റാണ് സംസാരിച്ചിരുന്നത്. അതൊരു റെക്കോർഡാണ്. ഏറ്റവും ദൈർഘ്യമേറിയ സ്വാതന്ത്ര്യദിന പ്രസംഗം എന്ന പ്രധാനമന്ത്രിയുടെ തന്നെ റെക്കോർഡ് ഇന്ന് മറികടന്നിരിക്കുന്നു. മാത്രവുമല്ല 12ാമത് തുടർച്ചയായ സ്വാതന്ത്ര്യദിന പ്രസംഗമാണ് ചെങ്കോട്ടയിലെത്തി പ്രധാനമന്ത്രി നടത്തിയത്. കഴിഞ്ഞ 11 തവണ തുടർച്ചയായി നടത്തിയ ഇന്ദിരാഗാന്ധിയുടെ റെക്കോർഡും പ്രധാനമന്ത്രി ഇതിലൂടെ മറികടക്കുകയായിരുന്നു. താരസംഘടനയായ അമ്മയെ ഇനി ശ്വേതാ മേനോൻ നയിക്കും. 31 വർഷത്തെ
താരസംഘടനയുടെ ചരിത്രത്തിൽ ആദ്യമായി അതിനെ നയിക്കാൻ ഒരു വനിതാ പ്രസിഡന്റ് എത്തുന്നു എന്നത് നേരത്തെ തന്നെ പ്രത്യേകതയായി ചൂണ്ടിക്കാട്ടിയതാണ്. അതിനുള്ള സാധ്യതകളുണ്ട് എന്ന് വാർത്തകൾ വന്നതാണ്. അത് യാഥാർത്ഥ്യമായിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അമ്മയെ ഇനി ശ്വേത നയിക്കും. താരസംഘടനയായ അമ്മയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു വനിതാ പ്രസിഡന്റ് തെരഞ്ഞെടുക്കപ്പെടുന്നത്. ജനറൽ സെക്രട്ടറിയുടെ സ്ഥാനത്തേക്ക് കുക്കു പരമേശ്വരൻ എത്തിയിരിക്കുന്നു. അതോടെ 2 പ്രമുഖ സ്ഥാനങ്ങൾ വഹിക്കുന്ന ഭാരവാഹിത്വം വഹിക്കുന്ന ഒരു സാഹചര്യം അമ്മയിൽ ഉയരുകയാണ്. ആദ്യമായാണ് ഇത്തരം ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ സ്ത്രീകൾ എത്തുന്നത്. ട്രഷററായി ഉണ്ണി ശിവപാൽ തെരഞ്ഞെടുക്കപ്പെട്ടു. ഇതുവരെ കാണാത്ത തരത്തിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ അരങ്ങേറിയ തെരഞ്ഞെടുപ്പായിരുന്നു ഇത്തവണത്തെ ഭാരവാഹി തെരഞ്ഞെടുപ്പ്. അശ്ലീല സിനിമകളിൽ അഭിനയിച്ചതുമായി ബന്ധപ്പെട്ട ഒരു വ്യാജ പരാതി, ഒരു വിചിത്ര പരാതി ശ്വേതയ്ക്കെതിരെ ഉയർന്നത് നമ്മൾ കണ്ടതാണ്. ഒപ്പം കുക്കു പരമേശ്വരനെതിരെയും അത്തരത്തിലൊരു പരാതി ഉണ്ടായിരുന്നു. അത് മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, അതിൽ സിനിമാ മേഖലയിൽ നിന്നുള്ള സ്ത്രീകൾ തന്നെ ഉയർത്തിയ വിഷയങ്ങളാണ്. എന്തായാലും ഈ പ്രതിസന്ധി ഘട്ടങ്ങളെയൊക്കെ മറികടന്നുകൊണ്ടാണ് ഈ സ്ത്രീകൾ രണ്ടും തലപ്പത്തേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും ആദ്യമായി അമ്മയെ നയിക്കുന്ന ശ്വേത തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം മാധ്യമങ്ങളെ കണ്ടു സംസാരിച്ചു. ശ്വേതയുടെ വാക്കുകൾ കേൾക്കാം. അമ്മ ഒരു സ്ത്രീ ആവണം എന്ന് പറഞ്ഞു, ഒരു സ്ത്രീയായി. ഇനി നിങ്ങൾ നമ്മുടെ മെമ്പേഴ്സിനെ പോലെ എന്നെ സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ടീമിനെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ എല്ലാം ഇതിൽ സത്യം പറഞ്ഞാൽ സിനിമയിൽ സ്ത്രീയോ പുരുഷൻ എന്ന് പറഞ്ഞ ഒരു സാധനം ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ക്യാരക്ടേഴ്സാണ്, ഒരു ആക്ഷൻ, ഒരു കട്ടിൻ്റെ ഇടയിലുള്ള ഒരു ജീവിതമാണ് നമ്മൾ എപ്പോഴും നയിക്കുന്നത്. സോ ഐ ജസ്റ്റ് വോണ്ട് ടു സേ താങ്ക് യു അഗൈൻ. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ യു ആർ മോസ്റ്റ് വെൽക്കം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ആൻഡ് ടു മൈ ടീം, come on guys, hip it, hip it. We did it guys, we did it. Thank you so much. Thank you. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ച രവീന്ദ്രനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് കുക്കു പരമേശ്വരൻ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ജയൻ ചേർത്തലയും ലക്ഷ്മി പ്രിയയുമാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചു ജയിച്ചത്. ട്രഷററായി ഉണ്ണി ശിവപാൽ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഭാരവാഹികൾ. എന്തായാലും ഒരു വനിത മത്സര രംഗത്തേക്ക് വരട്ടെ, തെരഞ്ഞെടുക്കപ്പെടട്ടെ, അവർ നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകട്ടെ എന്നത് പ്രമുഖ താരങ്ങൾ ഉൾപ്പെടെ എടുത്ത ഒരു തീരുമാനമായിരുന്നു. അതിനുവേണ്ടി ജഗദീഷ് ആദ്യം തന്നെ മത്സര രംഗത്ത് നിന്ന് ഒഴിഞ്ഞു മാറുന്നത് നമ്മൾ കണ്ടു. എന്നാൽ സ്ത്രീകൾ അങ്ങനെ ആരെങ്കിലും ഒഴിഞ്ഞു മാറുന്ന സ്ഥലം വഹിക്കേണ്ടവരല്ല, അവർ മത്സരിച്ച് തന്നെ ജയിക്കട്ടെ എന്ന ഒരു നിലപാടായിരുന്നു ദേവൻ സ്വീകരിച്ചത്. ദേവൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുകയും ചെയ്തു. ഫലപ്രഖ്യാപനത്തിന് ശേഷം ജഗദീഷിന്റെയും ദേവന്റെയും പ്രതികരണം. ഞാൻ ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. ഒരു വനിത തന്നെ വലിയ, അതും എൻ്റെ ഒരു വാദം, എൻ്റെ ഒരു പറഞ്ഞതെന്ന് വെച്ചാൽ വനിത ഷുഡ് ഫൈറ്റ് ആൻഡ് വിൻ. അതുപോലെ തന്നെ ശ്വേത ഫൗട്ട് ആൻഡ് വിൻ. സോ വളരെ സന്തോഷമുണ്ട് എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ശ്വേതയുടെ കൂടെ തന്നെ ഉണ്ടാവും. എല്ലാ കാര്യങ്ങളും ഞാൻ ശ്വേതയുടെ കൂടെ, കാരണം വെച്ചാൽ അമ്മ എന്ന അസോസിയേഷൻ്റെ അതിൽ വൈകാരികമായ ബന്ധമുള്ള ഒരാളാണ് ഞാനും. അതുകൊണ്ട് ഞാൻ എന്നും എല്ലാ സമയത്തും ശ്വേതയുടെയും ഈ ടീമിൻ്റെയും കൂടെ ഞാൻ ഒപ്പം ഉണ്ടാവും. ദേവൻ നമ്മളോട് പറഞ്ഞ ഒരു കാര്യമാണ്. പത്രസമ്മേളനത്തിന് അദ്ദേഹം പറഞ്ഞു, വനിതകൾക്ക് വേണ്ടി സംവരണം ചെയ്യേണ്ട കാര്യമില്ല, അവർ മത്സരിച്ച് ജയിച്ച് വരട്ടെ എന്ന വലിയ മനസ്സ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ ഇത് അറിഞ്ഞ ഉടൻ തന്നെ അദ്ദേഹം പറഞ്ഞത് ശ്വേതാ മേനോൻ അമ്മയുടെ അമ്മയാണെങ്കിൽ ഞാൻ അമ്മയുടെ അച്ഛനാണ് എന്നാണ്. അതാണ് ആ സ്പിരിറ്റ്. മത്സരിച്ചാൽ ഒരു പക്ഷേ ജയിക്കാൻ സാധിക്കില്ല എന്നൊരു സാഹചര്യം കൂടി മുന്നിൽ കണ്ടാണ് ജഗദീഷ് പിന്മാറിയുന്നത്. എന്തായാലും ഇനി എല്ലാവരും ഒന്നിച്ചു പോകുമെന്ന ഒരു സന്ദേശം തന്നെയാണ് ഈ ഫലപ്രഖ്യാപനത്തിന് ശേഷമുള്ള പ്രതികരണങ്ങൾ നൽകുന്നത്. 507 അംഗങ്ങളാണ് അമ്മയിലുള്ളത്. അതിൽ 233 വനിതാ അംഗങ്ങളാണുള്ളത്. ഇത്തവണ പോളിംഗ് ശതമാനം കഴിഞ്ഞ തവണത്തേക്കാൾ 12% കുറവായിരുന്നു. ആകെ 298 പേർ മാത്രമാണ് വോട്ട് ചെയ്തത്. നമുക്കറിയാം വളരെ വാശിയേറിയ മത്സരം നടന്നു, വലിയ വാശിയേറിയ പ്രചരണമൊക്കെ നടന്നിട്ടും പോളിംഗ് ശതമാനം 70% വരെ മാത്രമേ എത്തിയിരുന്നുള്ളൂ. മോഹൻലാലും സുരേഷ് ഗോപിയും വോട്ട് ചെയ്തു. മമ്മൂട്ടി ചെന്നൈയിലായതിനാൽ വന്നില്ല, വോട്ട് ചെയ്തില്ല. മറ്റ് സാധ്യമായ ആളുകളൊക്കെ വോട്ട് ചെയ്തു. പക്ഷേ പോളിംഗ് ശതമാനം 70% ഒതുങ്ങുന്നതാണ് നമ്മൾ കണ്ടത്. നമുക്കറിയാം അമ്മയിൽ ഈ ഭാരവാഹിത്വവും സംഘടനയിലെ പ്രശ്നങ്ങളുമൊക്കെ തുടങ്ങുന്നത് നടി ആക്രമിക്കപ്പെട്ട സംഭവം മുതലാണ്. അതിനുശേഷം താരസംഘടനയിലെ താരരാജാക്കന്മാർ മാധ്യമങ്ങളെ കാണുമ്പോൾ അവർ ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്ത രീതിയാണ് ആദ്യമായി പൊതുസമൂഹത്തിന് മുൻപിൽ അവമതിപ്പുണ്ടാക്കിയത്. അതിനുശേഷം
അതിനുശേഷം ആ സംഘടനയിലെ തന്നെ സ്ത്രീകൾക്ക് രാജിവെച്ച് പുറത്തു പോകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതിനുശേഷം പിന്നീട് ഹേമ കമ്മിറ്റി രൂപീകരിക്കപ്പെടുന്നു. ഹേമ കമ്മിറ്റി വന്നതിന് ശേഷം പുറത്തു വന്ന റിപ്പോർട്ട്, അതിൽ ആരോപണ വിധേയരായ താരങ്ങൾക്ക് സ്ഥാനം രാജിവെച്ച് പുറത്തു പോകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായി. അതിനെ തുടർന്നാണ് ഈ ഏറ്റവും അവസാനത്തെ ഭാരവാഹികൾ എല്ലാം രാജിവെച്ച് പുറത്തു പോകുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു വനിത നയിക്കാനായി വരുന്നത്. ശ്വേത ഇതിനുശേഷം പറഞ്ഞത് ഈ സംഘടനയിൽ നിന്ന് പുറത്തു പോയവർക്ക് തിരികെ വരാനുള്ള അവസരം ഒരുക്കുമെന്നതാണ്. ഒരു മാറ്റത്തിന്റെ സൂചന തന്നെയാണ് ശ്വേതയുടെ വാക്കുകൾ നൽകുന്നത്. അതുകൂടി കേൾക്കാം. മോസ്റ്റ് വെൽക്കം. അവരുടെ സ്വന്തം കുടുംബമാണ്. ആർക്ക് വേണമെങ്കിൽ നമ്മുടെ മെമ്പേഴ്സിലുള്ള ആൾക്കാർ, ഇവിടുന്ന് പോയ ആൾക്കാർ തിരിച്ചു വരാം. അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ വേണമെങ്കിൽ പേഴ്സണൽ അവര് പറഞ്ഞാൽ ഞാൻ അവരെ പേഴ്സണലി ആയിട്ട് പോയിട്ട് കാണാം. പക്ഷേ അവര് ഓക്കെയാണ്. അങ്ങനെ എനിക്കറിയില്ല. ഞാൻ അതില്ല ദിനോ ഞാൻ അടിക്കേ. അത് ആദ്യമായിട്ട് കിട്ടിയ ഒരാളോട് ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഉറപ്പായിട്ട്. സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ അതീവ ഗുരുതരമായിരുന്നു. എന്തായാലും ഒരു സ്ത്രീ താരസംഘടനയുടെ തലപ്പത്തേക്ക് വരുമ്പോൾ അതിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. നിർമ്മാതാക്കളുടെ സംഘടന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞു. അതിലെ ഒരു പോരാട്ട മുഖമായിരുന്നു സാന്ദ്ര പരാജയപ്പെട്ടു. എങ്കിൽ പോലും വോട്ട് നേടാനായി എന്നത്, കുറേയധികം വോട്ട് നേടാനായി എന്നത് ആശ്വാസമാണ്. അതൊരു വിജയത്തിന് തുല്യമാണ് എന്നത് സാന്ദ്ര പറയുന്നു. ഒപ്പം തന്നെ പോരാട്ടം തുടരുമെന്നും സാന്ദ്ര പറഞ്ഞു. ഫിലിം ചേംബർ ഭരണസമിതിയിലേക്ക് മത്സരിക്കും എന്നതാണ് സാന്ദ്ര ചൂണ്ടിക്കാട്ടിയത്. പക്ഷേ ഇന്ന് നമ്മൾ ഈ വാർത്ത, സാന്ദ്രയെക്കുറിച്ചുള്ള വാർത്ത എടുക്കുന്നത് ആ പശ്ചാത്തലത്തിലല്ല. സാന്ദ്ര ഞങ്ങളുടെ ന്യൂസ് 18 ഡെപ്യൂട്ടി എഡിറ്റർ അപർണ കുറുപ്പിന് നൽകിയ അഭിമുഖത്തിൽ Q18-ൽ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നു. മമ്മൂട്ടി തന്നെ വിളിച്ചു എന്ന കാര്യം നേരത്തെ സാന്ദ്ര തുറന്നു പറഞ്ഞിരുന്നതാണ്. അത് ആരോപണ വിധേയനായ, താൻ ആരോപണം ഉന്നയിച്ച, തന്നോട് മോശമായി പെരുമാറിയെന്ന ആരോപണം ഉന്നയിച്ച ഒരു വ്യക്തിക്ക് വേണ്ടി വിളിച്ചു എന്നതായിരുന്നു നേരത്തെ പറഞ്ഞിരുന്ന ആരോപണം. അതിൽ കുറച്ചുകൂടി വെളിപ്പെടുത്തലുകൾ സാന്ദ്രയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. മമ്മൂട്ടി തന്നെ വിളിച്ച് സംസാരിച്ചത് ഭീഷണിയുടെ സ്വരത്തിലായിരുന്നു എന്ന് സാന്ദ്ര പറയുകയാണ്. മനസ്സ് തകർന്നു നിൽക്കുമ്പോൾ ആ നിലപാട് അതീവ പ്രയാസമുണ്ടാക്കി. എപ്പോഴും പ്രതികരിക്കുന്ന സ്ത്രീകളെ പിന്തിരിപ്പിക്കാൻ നടക്കുന്നവരാണ് സിനിമയിലെ സൂപ്പർ താരങ്ങളെന്ന് സാന്ദ്ര തുറന്നടിക്കുന്നു. സാന്ദ്രയുടെ ആ വാക്കുകൾ കേൾക്കാം. ഇൻഡസ്ട്രിയുടെ തന്നെ ഏറ്റവും ഉന്നത പൊസിഷനിലിരിക്കുന്ന ലാലേട്ടനും മമ്മൂക്കയും, ഈ രണ്ട് വ്യക്തിത്വങ്ങൾ ഇത്രയും പ്രശ്നങ്ങൾ നടന്നപ്പോൾ ഈ രണ്ട് വ്യക്തികൾ എന്നെ വിളിച്ചിരുന്നോ, അവരിതിനെ എങ്ങനെയാണ് ഇതിനെ സമീപിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എന്താണോ ഉണ്ടായത് അത് ഞാൻ പറഞ്ഞതാണ്. അതിനകത്ത് ഞാൻ വെള്ളം കലർത്തിയിട്ടില്ല, അത് ഞാൻ മാറ്റി പറഞ്ഞിട്ടില്ല. അതൊരു റൈറ്റ് ടൈമിലല്ലായിരുന്നു അങ്ങനെ ഒരു കോള് വന്നത്. ഞാൻ മാനസികമായി തകർന്നിരിക്കുന്ന ഒരു സമയത്ത് ഒരു ഭീഷണി സ്വരത്തിൽ എന്നെ വിളിക്കുമ്പോൾ അന്ന് എനിക്കത് ഒരുപാട് വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യം കൂടെയായിരുന്നു. അതുകൊണ്ടായിരിക്കാം ചോദിച്ചപ്പോൾ ഞാനത് പറഞ്ഞത്. ഈ ഒരു വിഷയത്തിനകത്തും, സ്ത്രീകൾക്കെതിരായിട്ടുള്ള വിഷയത്തിനകത്തും പ്രതികരിക്കില്ല, അല്ലെങ്കിൽ വളരെ സേഫർ സോണിൽ നിന്നുകൊണ്ട് കളിക്കുകയാണ് മെഗാ സൂപ്പർ താരങ്ങൾ എന്നാണ് അതവരുടെ നിലപാട്. അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ നിലപാട്. അവർക്കത് സ്ത്രീകളുടെ വിഷയം വരുമ്പോൾ പ്രതികരിക്കണമെന്ന് അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. അല്ലെങ്കിൽ പ്രതികരിക്കുന്ന സ്ത്രീകളെ ഇതുപോലെ വിളിച്ച് പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങളും നടത്തും. സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളിൽ പ്രതികരിക്കേണ്ട എന്നത് അവരുടെ നിലപാടാണ്. ഹേമ കമ്മിറ്റിക്ക് ശേഷവും ലൈംഗിക അതിക്രമങ്ങളും കാസ്റ്റിംഗ് കൗച്ചും മലയാള സിനിമയിലുണ്ട്. പക്ഷേ അതിൻ്റെ രൂപം, രീതിയും മാറിയെന്നേ ഉള്ളൂ എന്ന ഗുരുതരമായ ആരോപണങ്ങൾ കൂടിയാണ് സാന്ദ്ര ഉന്നയിച്ചത്. കഴിഞ്ഞ ദിവസം മലപ്പുറം പാണ്ടിക്കാട് നിന്ന് തട്ടിക്കൊണ്ടുപോയ പ്രവാസി വ്യവസായി വട്ടപ്പറമ്പത്ത് ഷമീറിനെ കണ്ടെത്തിയിരിക്കുന്നു. കേസിൽ 6 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ കൊല്ലം അഞ്ചലിൽ നിന്നാണ് ഇവരെ, ഈ സംഘം സഞ്ചരിച്ചിരുന്ന കാർ തടഞ്ഞു നിർത്തി ഇവരെ പിടികൂടുന്നത്. ഒപ്പം ഷമീറിനെ രക്ഷിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്താണ് ഈ തട്ടിക്കൊണ്ടുപോയതിന് പിന്നിൽ, എന്താണ് അവരുടെ ലക്ഷ്യം തുടങ്ങിയ സംശയങ്ങൾ നമുക്ക് നേരത്തെ തന്നെ ഉയർന്നിരുന്നതാണ്. അപ്പോൾ ഈ തട്ടിക്കൊണ്ടുപോയത് ആരാണ്, എന്താണ് അവരുടെ ലക്ഷ്യം എന്ന കാര്യം ഷമീർ തന്നെ ന്യൂസ് 18നോട് തുറന്ന് സംസാരിച്ചു. തന്നെ തട്ടിക്കൊണ്ടുപോയത് ഗൾഫിൽ നിന്ന് കോടതി വിധിയെ തുടർന്ന് നഷ്ടപരിഹാരം നൽകേണ്ടവരാണ്, അവർ ഏർപ്പെടുത്തിയവരാണ് എന്നതാണ് ഈ ഷമീർ പറയുന്നത്. ഗൾഫിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, കോടതി വിധി വന്നു, അതുമായി ബന്ധപ്പെട്ട്
അത് ഇന്ത്യൻ രൂപ ഏതാണ്ട് 2 കോടിയോളം രൂപ ആ കേസുമായി ബന്ധപ്പെട്ട് തനിക്ക് ലഭിക്കാനുണ്ട്. അത് ഈ പണം നൽകേണ്ടവർ അത് ഒഴിവാക്കാൻ വേണ്ടി തന്നെ തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു എന്നതാണ് ഷമീർ പറഞ്ഞത്. കേസിൽ ഉൾപ്പെട്ട ഹംഷീർ 3 വർഷം മുൻപ് കമ്പനിയിൽ നിന്ന് താൻ പുറത്താക്കിയ വ്യക്തിയാണ് എന്ന് പറയുന്നു. അയാൾക്ക് തന്നോട് വ്യക്തി വൈരാഗ്യമുണ്ട്. ഗൾഫിൽ തനിക്ക് പണം നൽകാനുള്ള ഹംഷീറുമായി ചേർന്ന് ഗൂഢാലോചന നടത്തി തട്ടിക്കൊണ്ടുപോയവർ മർദ്ദിച്ചു തന്നെ എന്നതാണ് ഷമീർ പറയുന്നത്. പോലീസിൻ്റേത് വളരെ അവസരോചിതമായ നിലപാടാണ്, അതുകൊണ്ടാണ് തനിക്ക് രക്ഷപ്പെടാനായത് എന്നും ഷമീർ പറഞ്ഞു. നോർമലി നമ്മൾ അങ്ങാടി പോയി ഫ്രണ്ട്സിനൊക്കെ കണ്ട് പിന്നെ തിരിച്ച് വീട്ടിലോട്ട് വരുന്ന വഴിക്കാണ് പെട്ടെന്ന് ഇങ്ങനത്തെ സംഭവം ഉണ്ടാവുന്നത്. അപ്പോൾ ആ റോഡ് എം ടി ആയിരുന്നു. പെട്ടെന്ന് ഇന്നോവ വന്ന് ഫ്രണ്ടിലോട്ടിട്ട് പെട്ടെന്ന് എനിക്കൊണ്ട് 1.5 മിനിറ്റാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് ഞാൻ ഒരുപാട് ശബ്ദം വെക്കുന്നുണ്ട് ആൾക്കാർ അറിയാനും ആൾക്കാർ വരാൻ വേണ്ടി. പക്ഷേ ഒരു 1.5 മിനിറ്റ് കൊണ്ട് കാര്യങ്ങൾ കഴിഞ്ഞ് അവിടെ നിന്ന് എടുത്ത് പിന്നെ ജസ്റ്റ് അവർ വണ്ടി റൂട്ടിനെടുത്തിട്ട് മഞ്ചേരി വഴിയാണ് മഞ്ചേരി കൊട്ടക്കൽ ആ വഴിയാണ് എന്ത് ചെയ്യുന്നത് അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ ചാവക്കാട് എത്തി. ചാവക്കാട് അന്ന് രാത്രി ചാവക്കാട് എത്തിയിട്ട് അവർ വണ്ടി ചേഞ്ച് ചെയ്ത് എന്നിട്ട് അന്ന് ബീച്ചിൽ നിന്ന് പിറ്റേന്ന് പുലർച്ചെ എന്ത് ചെയ്തു അവിടെ നിന്ന് നേരെ ചൊവ്വാഴ്ച രാത്രി 8-നാണ് പാണ്ടിക്കാട്ട് നിന്ന് ഷമീറിനെ തട്ടിക്കൊണ്ടുപോകുന്നത്. അതിനുശേഷം ഭാര്യയെയും ബന്ധുക്കളെയൊക്കെ വിളിച്ച് പണം ആവശ്യപ്പെട്ടിരുന്നു ഈ സംഘം. അതിന് പിന്നാലെ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുമുള്ള സമയോചിതമായ ഇടപെടലിലാണ് കൊല്ലം അഞ്ചലിൽ നിന്ന് ഈ സംഘത്തെ പിടികൂടുന്നത്. അവിടം വഴി തമിഴ്നാട്ടിലേക്ക് കടന്ന് രക്ഷപ്പെടാനും ഇയാളെ കൊണ്ടുപോകാനുമുള്ള ശ്രമമാണ് ഈ സംഘം നടത്തിയത്. എന്തായാലും ഗൾഫിലുള്ള സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ് ഈ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ എന്നതാണ് വ്യക്തമാകുന്നത്. വൈകുന്നേരം ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. ഇന്ന് നമുക്ക് അരമണിക്കൂറാണ് സമയം. ഇന്ന് സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് ചില പ്രത്യേക പരിപാടികളൊക്കെ ഉള്ളതിനാലാണ് നമ്മൾ നേരത്തെ നമ്മുടെ വൈകുന്നേരത്തെ ഈ യാത്ര അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ വളരെ വേഗത്തിൽ തന്നെ വാർത്തകളിൽ പറഞ്ഞു പോയതും. എന്തായാലും എല്ലാ പ്രേക്ഷകരും തുടരുക. നാളെ നമുക്ക് ഇതേ സമയം വീണ്ടും കാണാം.